KTUവിൻ്റെ ബേസിക് ഇലക്ട്രിക്കൽ EST 130 ബേസിക് ഇലക്ട്രിക്കലിൻ്റെ പാർട്ട് എയിലെ ഇലക്ട്രിക്കലിൻ്റെ നമ്മൾ പിന്നെ മൊഡ്യൂൾ 3 10th ലെക്ചർ സീരീസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് ഇൻ്റർ കണക്ഷൻ ഓഫ് 3 ഫേസസ്. അപ്പോൾ അതിൽ സ്റ്റാർ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്. അതിലത്തെ സ്റ്റാറും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ പോവും. ഓക്കെ, അപ്പോൾ ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ നമുക്ക് എന്താണ്, ഒരു 3 ഫേസ് ആൾട്ടർനേറ്ററിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു 3 വൈൻഡിങ്സ് അല്ലെങ്കിൽ ഒരു ഫേസ് 3 വൈൻഡിങ്സ് അല്ലെങ്കിൽ ഫേസസ് ഉണ്ട് പറഞ്ഞു, 3 ഫേസ് അല്ലെങ്കിൽ 3 ടൈപ്പ് വൈൻഡിങ്സ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഓരോ ഫേസിനും 2 ടെർമിനൽസ് ഉണ്ടാവും, ഇതേപോലെ 2 ടെർമിനൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് എന്ന് പറയും, അതിന് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് എന്ന് പറയും. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഫേസ് ഓൾട്ടർനേറ്റർ ദർ ആർ 3 വൈൻഡിങ്സ് ഓർ ഫേസസ്. 3 ഫേസ് അല്ലെങ്കിൽ 3 വൈൻഡിങ് എന്ന് പറയും. ഓരോ ഫേസിനും നമുക്ക് എന്തുണ്ടാവും, 2 ടെർമിനൽസ് ഉണ്ടാവും, സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ്. അപ്പോൾ നമ്മൾ നോക്കി നോക്കിയാൽ നമ്മൾ ഓരോന്നിലും ഈ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷിലും ഇഫ് വി ആർ connecting a separate load across each winding, then each phase supplies an independent load through a pair of loads. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ 3 ഫേസ് വരുന്നെങ്കിൽ ഓരോ ഫേസിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഫാന് ഒരു ഫേസിന് അക്രോസ് ആയിരിക്കും ഫാൻ കണക്ട് ചെയ്യുക, അടുത്ത ഫേസിന് അക്രോസ് ആയിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ ഈ ലോഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്, നമ്മൾ എനർജി കൺസ്യൂം ചെയ്യുന്നതിനാണ് ലോഡ് പറയുക. ഇഫ് എ സെപ്പറേറ്റ് ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ഈച്ച് വൈൻഡിങ് as shown in the figure, then each phase supplies an independent load through a pair of leads. ഒരു 2 ലീഡ്, ഈ വൈൻഡിങ്ങിൻ്റെ 2 ലീഡ്സിന് അക്രോസ് ആയിട്ട് ഒരു ലോഡ് കൊടുക്കും. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3 ഫേസും നിലനിൽക്കും. ദിസ് വുഡ് റിക്വയർ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വേണം, 1 2 3 4 5 6 6 കണ്ടക്ടേഴ്സ് നമുക്ക് എന്ത് വേണം, ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണം. ഒരു സിംഗിൾ ഫേസിനാണെങ്കിൽ 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 3 ഫേസിനാണെങ്കിൽ 6 വൈൻഡിങ്സ് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊത്തം സിസ്റ്റം, ഹോൾ സിസ്റ്റം എന്ത് ചെയ്യും, കോംപ്ലിക്കേറ്റഡും എക്സ്പെൻസീവും ആക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, ഇതാണ് ഒരു ഇത്, അതിൽ 1 2 2 വൈൻഡിങ്, അതിൽ EA EB EC ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വൈൻഡിങ്ങും കാണിക്കുമ്പോൾ ഓരോന്നിനും സ്റ്റാർട്ടും ഫിനിഷും ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിൽ നിന്ന് സെപ്പറേറ്റ് അത് പോയി ഫിനിഷ് വരുന്നതിനാണ് ഈ ഏറിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ലോഡ് നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യും, വരും. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ദ 3 ഫേസസ് ആർ സ്യൂട്ടബിളി ഇന്റർകണക്റ്റഡ്. ഈ 3 എണ്ണം എന്ത് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ട് ഇന്റർകണക്ട് ചെയ്തത്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് ഇന്റർകണക്ഷൻ ഓഫ് 3 ഫേസസ്. ഒന്ന് സ്റ്റാർ ഓർ വൈ കണക്ഷൻ, അടുത്ത് മെഷ് ഓർ ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ സ്റ്റാർ ഓർ വൈ കണക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റാർ ആൻഡ് ഡെൽറ്റ, സ്റ്റാർ ഓർ വൈ കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഈ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇൻ ദിസ് മെത്തേഡ് സിമിലർ എൻഡ്സ്, ദാറ്റ് ഈസ് നമ്മൾ ഒരു വൈൻഡിങ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു സ്റ്റാർട്ട് എൻഡ് ഉണ്ട്, ഫിനിഷിങ് എൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ 3 വൈൻഡിങ് ഇപ്പോൾ വരച്ചു, സ്റ്റാർട്ട് എൻഡ് ഫിനിഷിങ് എൻഡുള്ള ഒരു വൈൻഡിങ് ഇവിടെ വരച്ചു. അതേപോലെ ഇവിടെ ഒരു സ്റ്റാർട്ട് എൻഡും ഇവിടെ ഒരു ഫിനിഷിങ് എൻഡും, അതുപോലെ സ്റ്റാർട്ട് എൻഡും ഫിനിഷിങ് എൻഡും. ഒന്നുമില്ല, ഒരു വൈൻഡിങ്ങിന് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ഫിനിഷ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ അതാണ് പറയുന്നത് ഇവിടെ. ഇൻ ദിസ് മെത്തേഡ് സിമിലർ എൻഡ്സ്, ദാറ്റ് ഈസ് സ്റ്റാർട്ട് ഓർ ഫിനിഷ് ഓഫ് 3 ഫേസ് ആർ ജോയിൻഡ് ടുഗദർ ടു ഫോം എ കോമൺ ജംഗ്ഷൻ എൻ. ദ കോമൺ ജംഗ്ഷൻ എൻ ഈസ് കോൾഡ് ദ സ്റ്റാർ ഓർ ന്യൂട്രൽ പോയിൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കി ഫിനിഷിങ്ങിൻ്റെ നിന്നാണ് IR ഇങ്ങനെ പോയി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വൈൻഡിങ്ങിൽ കറണ്ട് ഇതാ ഇങ്ങനെ പോയി സർക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിത് 3 വൈൻഡിങ്ങിന് 3 കളറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, കൺസിഡർ ദ 3 ഫേസസ്. ഓക്കെ, കൺസിഡർ ദ 3 ഫേസസ്, ദാറ്റ് ഈസ് വൈൻഡിങ്സ് ഓഫ് ദ ഓൾട്ടർനേറ്റർ കണക്റ്റഡ് ടു 3 ഐഡൻറ്റിക്കൽ ഇമ്പിഡൻസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ദിസ് ഫിഗർ. ഓക്കെ, ഫിഗർ 1. ഈ ഫിഗർ 1 ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റാർട്ട് ഫിനിഷിൻ്റെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ജോയിൻ ചെയ്യാൻ പോകണം. എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നത്. ദ 3 സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് ആർ ഇലക്ട്രിക്കലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ഇലക്ട്രിക്കലി എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, കോൺസിക്വൻ്റ്ലി ദ 3 റിട്ടേൺ കണ്ടക്ടേഴ്സ് ടുഗദർ ടു ഫോം എ സിംഗിൾ റിട്ടേൺ കണ്ടക്ടർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 3. അപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ, ഈ കാണുന്നത് ഇവിടെ ശരിക്കും നോക്കുക. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ S ഉണ്ടല്ലോ, ഈ എസ്സിനെ 3 കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ജോയിൻ ചെയ്യിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ എന്താവും വെച്ചാൽ, ഇവിടെ ഉണ്ടോ, ഇവിടെ ലോഡുണ്ട് കേട്ടോ. ആ എസ്സിനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ മുകളിൽ കണ്ട ഇതുണ്ടല്ലോ, ഇവിടെ സ്റ്റാർട്ട് പോയിൻ്റ്, ഇവിടെ ഫിനിഷ് പോയിൻ്റ്,
ഇവിടെ സ്റ്റാർട്ട് പോയിൻ്റ്, ഇവിടെ ഫിനിഷ് പോയിൻ്റ്, ഇവിടെ സ്റ്റാർട്ട് പോയിൻ്റ്, ഇവിടെ ഫിനിഷ് പോയിൻ്റ്. ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് പോണ കറണ്ട് കണ്ടോ ഇങ്ങനെ IRൽ കൂടെ പോയി ഇതിനെ ഈ IR തിരിച്ചു വരും. ഇനി അത് ഈ R ഫേസിൽ. ഇനി B ഫേസ് നോക്കി നോക്കിയേ, ഇങ്ങനെ പോണ കറണ്ട് B ഫേസിൽ കറണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഈ വരച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1 സെക്കൻഡ്. ഇവിടെ ഉണ്ടോ, ഇതിനെ ഇങ്ങനെ കറണ്ട് വന്നു, ഇങ്ങനെ പോയി ഇതിനെ മടങ്ങും. അതാണ് ഈ IB. നേരത്തെ IR പറഞ്ഞു. ഇനി IY ആണെങ്കിലോ ഇങ്ങനെ പോയി ഇങ്ങനെ മടങ്ങും. അതായത് ഈ ഒരു ലൈനിലൂടെ IR വരും, പിന്നെ വരും IY വരും, IB വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരൊറ്റ ലൈനിലായി. അപ്പോൾ നേരത്തെ കണ്ട 6 ലൈനിന് പകരം ഇപ്പോൾ ഇവിടെ എത്ര ലൈനായി മാറി? 1 2 3 4 ലൈനായിട്ട് എന്ത് ചെയ്തു? ഇത് റെഡ്യൂസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർ കണക്ഷൻ ചെയ്യാമെന്നാണ്. ഓക്കെ, Consequently, the 3 return conductors together to form a single turn conductor as shown in the figure. അതായത് ഈ കണ്ടില്ലേ നിങ്ങൾ, 1 സെക്കൻഡ്, ഈ കണ്ടില്ലേ സിംഗിൾ ടേൺ. ഇപ്പോൾ ഈ കാണുന്നതിനെ കണക്ട് ചെയ്തപ്പോൾ ഇങ്ങനൊരു സിംഗിൾ ടേൺ കണ്ടക്ടറായിട്ട് മാറി. ഓക്കെ, അതിനെ പറയണ എന്താ? ദിസ് കൺസ്റ്റിറ്റ്യൂട്ട് 3 ഫേസ് 4 വയർ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ 3 ഫേസ് 6 വയറിന്ന് എന്തായി മാറി? 3 ഫേസ് 4 വയർ സിസ്റ്റം. 3 വൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ 6 കണ്ടക്ടേഴ്സ് വേണ്ടിയിരുന്നു അല്ലേ? ഇവിടെ നോക്കി നോക്കിയേ, 3 വൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ 1 2 3 4 5 ആൻഡ് 6. അതിനെന്താക്കി മാറ്റി? ഇവിടെ നോക്കിയേ, 1 2 3 4 എന്നുള്ള കണ്ടീഷനാക്കി അല്ലേ? അതാണ് പറഞ്ഞത്. ദിസ് കൺസ്റ്റിറ്റ്യൂട്ട് 3 ഫേസ് 4 വയർ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം. ഓക്കെ, ദ റിട്ടേൺ കണ്ടക്ടർ ഈസ് കോൾഡ് ന്യൂട്രൽ വയർ. അപ്പോൾ എല്ലാ ഇതിൻ്റെയും റിട്ടേൺ വരുന്നതിനാണ് ന്യൂട്രൽ വയർ പറയുക. ഇറ്റ് ക്യാരീസ് ഫേസർ സം ഓഫ് 3 കറൻസ് IR + IY + IB. അപ്പോൾ IR + IY + IB എന്ന് പറഞ്ഞാൽ ഫേസർ സം ആണ് വരുന്നത്. അത് എപ്പോഴും ആലോചിച്ചിരിക്കണേ. സിൻസ് ദ 3 ഇംപെഡൻസസ് ആർ ഐഡൻറ്റിക്കൽ, 3 ഇംപെഡൻസസ് ആർ ഐഡൻറ്റിക്കൽ, ദ 3 കറൻസ് IR and IY and IB are equal in magnitude but displaced by 120 degree from one another and their phasor sum is 0, so we can remove the neutral wire. അതായത് ഒരു ബാലൻസ്ഡ് കണ്ടീഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ലോഡ് ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 3 കറണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ഫേസർ സം ഓഫ് IR + IY + IB പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ന്യൂട്രൽ വയറിനുണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ദിസ് കൺസ്റ്റിറ്റ്യൂട്ട് 3 ഫേസ് വയർ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം. അപ്പോൾ എന്താവും? ഇവിടുന്നുള്ള ന്യൂട്രൽ വയറിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തപ്പോൾ എന്തായി? 3 ഫേസ് 3 വയർ സിസ്റ്റമായിട്ട് മാറി, സ്റ്റാർ കണക്റ്റഡ്. ഇവിടെ നോക്കുക, ഈ ഫേസിന് അക്രോസ് ERN ആണ്, ഇത് EYN ആണ്, ഇത് EBN ആണ്. ഈ ലൈനും നോക്കുക. അതായത് EYN വരുന്ന ലൈനും ERN വരുന്ന ലൈന്. അതിന് നമ്മൾ എന്ത് എഴുതി? VRY എന്ന് എഴുതി. ഇവിടെ ആറും B ഉള്ളതിന് VBR എന്ന് എഴുതി, വൈയും ബി ഉള്ളതിന് VYB എന്ന് എഴുതി. ഓക്കെ, ഇനി സിൻസ് 3 ഇംപെഡൻസസ് ആർ ഐഡൻറ്റിക്കൽ, ദ 3 കറൻസ് IR, IY and IB are unequal in magnitude but displaced by 120 degree from one another and their phasor sum is 0. നമ്മൾ പറഞ്ഞു എന്ത്? 3 കറൻസ് ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡും സെയിം ആണെന്നുണ്ടെങ്കിൽ 120 ഡിഗ്രി ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസർ സം എന്താണ്? 0 ആണെന്നുള്ളത് പറഞ്ഞു. സോ വി ക്യാൻ റിമൂവ് ദ ന്യൂട്രൽ വയർ ഫ്രം ഫിഗർ 3. അതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം. ഇത് രണ്ടാമതൊന്ന് എഴുതി വെച്ചാണ്, എൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി ഇത് കണ്ടോ, ഇത് നമ്മൾ പറയണത് ഈ പോർഷൻ ഫേസിൻ്റെ പോർഷനാണ് നമ്മൾ പറയുക. ഇത് ആ ഫേസുകൾ ലോഡൊന്നും കണക്ട് ചെയ്യണ ലൈന്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇത് ഒക്കെ ലൈനാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ദ വോൾട്ടേജ് അക്രോസ് എ ഫേസിന് നമ്മൾ പറയുക, ദ വോൾട്ടേജ് അക്രോസ് എ ഫേസിന് നമ്മൾ എന്താ പറയുക? ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. ദ വോൾട്ടേജ് ഇൻ ബിറ്റ്വീൻ 2 ലൈൻസ്, അതായത് ഏതൊക്കെയാണ് 2 ലൈൻസ്? ദിസ് ഈസ് 1 ലൈൻ, ദിസ് ഇസ് അണ്ടർ ലൈൻ. അതിന് നമ്മൾ പറയാം ലൈൻ വോൾട്ടേജ് എന്നാണ് പറയുക. എപ്പോഴും തെറ്റരുത്. ഫേസ് വോൾട്ടേജ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് എ ഫേസ്. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എന്താ പറയാം? അക്രോസ് എ ഫേസ് പറഞ്ഞാൽ ഇവിടെ ഒരു ന്യൂട്രൽ വയറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ അക്രോസ് ഫേസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ന്യൂട്രൽ. 1 ലൈൻ ആൻഡ് ന്യൂട്രലിനെ നമുക്ക് എന്ത് പറയാം? ഫേസ് വോൾട്ടേജ്.
ഓക്കെ, അപ്പോൾ ആ സാധനങ്ങളാണ് ഇവിടെ എഴുതിയത്. ദ വോൾട്ടേജ് ബിറ്റ്വീൻ എനി ലൈൻ ആൻഡ് ന്യൂട്രൽ പോയിന്റ് ഈസ് കോൾഡ് ഫേസ് വോൾട്ടേജ്. ദസ് ERN, EYN ആൻഡ് EBN ആർ ദ ഫേസ് വോൾട്ടേജ്. ദ വോൾട്ടേജ് ബിറ്റ്വീൻ എനി ലൈൻ ആൻഡ് ന്യൂട്രൽ പോയിന്റ്. അതിന് നമുക്ക് പറയാം വോൾട്ടേജ് അക്രോസ് എ ഫേസ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞത് ERN, EYN, EBN എന്ന് പറഞ്ഞ ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് എനി ന്യൂട്രൽ ആൻഡ് എനി ഫേസിന് നമുക്ക് എന്താ പറയാം, ഫേസ് വോൾട്ടേജ് പറയാം. അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് എ ഫേസിന് നമുക്ക് ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് ബൈ 120 ഡിഗ്രി. അതെന്താണ്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡിസ്പ്ലേസ്ഡ് ബൈ 120 ഡിഗ്രി. ഇനി എന്താണ് വോൾട്ടേജ് ബിറ്റ്വീൻ എനി ടു ലൈൻസ്. ഞാൻ പറഞ്ഞില്ല, രണ്ട് ലൈൻ അക്രോസ് പറയുന്നതാണ് ലൈൻ വോൾട്ടേജ്. അതിൽ VRY, VYB, VBR അങ്ങനെ നമ്മൾ പറയും. ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് ഈച്ച് ബൈ 120 ഡിഗ്രി. ഇനി ഒരു കാര്യം എപ്പോഴും ആലോചിച്ച് വെക്കുക, നമ്മളിപ്പോൾ ഡിറ്റക്ട് ചെയ്യും ഒരു സ്റ്റാർ കണക്ഷൻ സിസ്റ്റത്തിൽ. ശരിക്കും ശ്രദ്ധിക്കുക, സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരും. IL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു I ഫേസ് ആണ്. ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആണ്. ബട്ട് ലൈൻ വോൾട്ടേജ് VL ഈസ് ഈക്വൽ ടു, എപ്പോഴും ലൈൻ ക്വാണ്ടിറ്റി ആയിരിക്കും കൂടുതലുണ്ടാവുക, ഈസ് ഈക്വൽ ടു √3 V ഫേസ്. ഇത് എന്തുകൊണ്ടാണ് പറയണത് വെച്ചാൽ, ഈ നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോഴാകുമ്പോൾ V ഫേസ് ഈസ് ഈക്വൽ ടു VL √3 VL ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ എപ്പോഴും ഈ ഒരു സാധനം ആലോചിച്ച് വെക്കുക. ദിസ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ IL ഈസ് ഈക്വൽ ടു I ഫേസ് ആൻഡ് VL ഈസ് ഈക്വൽ ടു √3 V ഫേസ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ഇത് നോക്കി. ഇനി ആ ലൈൻ കറണ്ട് എങ്ങനെ വന്നത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു, ഫേസ് കറണ്ട് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇത് I ഫേസ് ആണെന്ന് പറഞ്ഞു. ഈ I ഫേസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, സിംഗിൾ ജംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇത് ഫേസ് കറണ്ടും ലൈൻ കറണ്ടും സെയിം അല്ലേ. ഇനി ഞാൻ പറഞ്ഞു ലൈൻ വോൾട്ടേജ് കൂടുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഈ VRY എന്ന് പറഞ്ഞാണ് ലൈൻ വോൾട്ടേജ്, √3 ആണ് നമ്മളുടെ ഫാക്ടർ. അപ്പോൾ ഇതാണ് ERN ആണ് ഫേസ് വോൾട്ടേജ്. ഇത് നോക്കി, ഈ രണ്ട് ഫേസിന് അക്രോസ് ഏകദേശം വരുന്ന രീതിയിലാണ് VRY വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും V ലൈൻ ഈസ് ഈക്വൽ ടു √3 V ഫേസ് അല്ലേ വരിക. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം, ഇത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. The advantage of connecting 3 phases in star connected is that we are able to utilize phase voltage as well as line voltage. അതായത് നമുക്ക് ഫേസ് വോൾട്ടേജിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ലൈൻ വോൾട്ടേജിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നെക്സ്റ്റ്, വോൾട്ടേജസ് ആൻഡ് കറൻറ്റ്സ് ഇൻ ബാലൻസ്ഡ് സ്റ്റാർ കണക്ഷൻ സിസ്റ്റം. ദിസ് ഫിഗർ ഷോസ് എ ബാലൻസ്ഡ് 3-phase star connected system in which the RMS value of the EMF generated in the phases are ERN, EYN and EBN. Okay, since the system is balanced, these EMFs will be equal in magnitude and displaced by 120 degree. നമ്മൾ പറഞ്ഞില്ലേ, ബാലൻസ്ഡ് സിസ്റ്റം ആകുമ്പോൾ ERൻ്റെ മാഗ്നിറ്റ്യൂഡും EYൻ്റെ മാഗ്നിറ്റ്യൂഡും ഈ നമ്മൾ ഫേസർ സർക്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം വെച്ചാൽ, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും ഒരു ക്വാണ്ടിറ്റിക്ക്. അതാണ് ഫേസറിൻ്റെ ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര ആലോചിച്ച് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു DC സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ആ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡാണ് അതിൻ്റെ പറയുന്നത്. പക്ഷേ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ മാറും. അതായത് മറ്റേ യൂണി ഡയറക്ഷൻ അല്ലേ DC പറഞ്ഞാൽ, AC ആകുമ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആണ്. അപ്പോൾ ഓരോ സമയത്തും 360 ഡിഗ്രിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് മാറും. അതാണ് ഈ ഡയറക്ഷൻ എന്നാണ് ഉദ്ദേശം. ഓക്കെ, ഇനി അതാണ് പറഞ്ഞത്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ എന്താണ് ഇവർ പറഞ്ഞത്, ഡിസ്പ്ലേസ്ഡ് ബൈ ഈച്ച് ബൈ 120 ഡിഗ്രി അപ്പോട്ട്. അപ്പോൾ എന്താണ് ERN, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ERN ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ 120 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും ആരുണ്ടാവുക, EBN ഉണ്ടാവുക, 120 ഡിഗ്രി കഴിഞ്ഞിട്ടാവും EYN ഉണ്ടാവുക. അങ്ങനെ മാറും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ലൈൻസ് ആർ കോൾഡ് ലൈൻ വോൾട്ടേജ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ലൈൻസ്, ദാറ്റ് ഈസ് ഇൻ ദ ഫേസർ ഡിഫറൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഓഫ് ദീസ് ടു ടെർമിനൽസ്. അപ്പോൾ നമുക്ക് PD ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ R ആൻഡ് Y എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, R ആൻഡ് Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇതാണ് ഏത് VRY ഈക്വൽ ടു VRY ഈക്വൽ ടു ഏതാണ്, ERN ഉണ്ട്, EYN ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഫേസർ ഡിഫറൻസ് ഓഫ് ERN ആൻഡ് EYN ആണ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്, പിന്നെ ഒരു നിങ്ങൾ ശരിക്കും നോക്കുക ഞാനവിടെ വരയ്ക്കുന്നത്,
വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ആദ്യം വരച്ചിട്ടുള്ളത് ഇതാണ്. ERN 120 ഡിഗ്രി കഴിഞ്ഞിട്ട് EYN EBN, ഇങ്ങനെയാണ് നമ്മളുടെ ഫിഗർ ഉള്ളത്. അപ്പോൾ നമുക്ക് VRY എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടണം. അപ്പോൾ ERN മൈനസ് EYN ആണല്ലേ, ERN മൈനസ് EYN. ഞാൻ വേറെ കളർ എടുക്കാം, വേണ്ട ഈ കളർ തന്നെ നിൽക്കട്ടെ. ERN മൈനസ് EYN. അതിൽ ഈ ERN ഇവിടെ അവൈലബിൾ അല്ലേ, EYN ഇവിടെ അവൈലബിൾ അല്ലേ, പക്ഷെ മൈനസ് EYN ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി മൈനസ് EYN, റൈറ്റ്. അപ്പോൾ നമുക്ക് VRY കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, അതിൻ്റെ ഫേസർ ഡിഫറൻസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ എന്താണ്, ദിസ് വിൽ ബി VRY കിട്ടാൻ ERN പോസിറ്റീവ് ആവണം, മൈനസ് EYN വേണം. ഇത്രയൊക്കെ അല്ലേ. അപ്പോൾ അപ്പോൾ നമ്മൾ ഏത് ചെയ്തു, ഈ VRY ചെയ്തു. ഇനി എന്താണ് VYB എന്താണ്, VYB ഈക്വൽ ടു EYN മൈനസ് EBN. ഓക്കെ, EYN മൈനസ് EBN. അപ്പോൾ EYN മൈനസ് EBN കിട്ടാൻ ഞാൻ ഇനി അടുത്തൊരു കളർ എടുക്കാം. ഓക്കെ, EYN അവൈലബിൾ ആണോ? EYN ഇതാ അവൈലബിൾ ആണ് അല്ലേ. മൈനസ് EBN അവൈലബിൾ ആണോ? അല്ല. EBN അവൈലബിൾ ആണ്, മൈനസ് EBN അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, EBNൻ്റെ ഓപ്പോസിറ്റ് വരച്ചു. അയ്യോ സോറി, ഈ കളർ നമുക്ക് ശരിയല്ല. EBNൻ്റെ ഓപ്പോസിറ്റ് വരച്ചു. അപ്പോൾ എന്തായി, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എടുത്തു കഴിഞ്ഞാൽ, അതായത് EYNൻ്റെയും മൈനസ് EBNൻ്റെയും കൂടി രണ്ടിൻ്റെയും കൂടി എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് VYB. ഇനി അടുത്ത ഏതാണ്, VBR. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ VBR ആകുമ്പോൾ എന്താണ്, ഒന്ന് പറഞ്ഞേ, ഫേസർ ഡിഫറൻസ് ഓഫ് EBN ആൻഡ് മൈനസ് ഏതാണ്, ERN, റൈറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്, EBN ഇവിടെ അവൈലബിൾ ആണ് അല്ലേ, നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ട്. മൈനസ് ERN കിട്ടണം, ERN ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൈനസ് ERN എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫേസർ ഡിഫറൻസ് പറഞ്ഞാൽ എന്തായിരിക്കും, പാരലലോഗ്രാം കണക്ട് ചെയ്യുക, ദിസ് വിൽ ബി VBN. ഇപ്പോൾ മനസ്സിലായോ, അതാണ് ഈ ഒരു ഫിഗർ വരച്ച് വെച്ചത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിൻ്റെത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എഴുതിയത്. PD ബിറ്റ്വീൻ ലൈൻ R ആൻഡ് Y ഈസിക്കൽ VRY ഈസിക്കൽ ERN മൈനസ് EYN, ദാറ്റ് ഈസ് ഫേസർ ഡിഫറൻസ്. PD ബിറ്റ്വീൻ Y ആൻഡ് B എന്ന് പറഞ്ഞാൽ EYB ഈസിക്കൽ EYN ആൻഡ് മൈനസ് EBN, ദാറ്റ് ആ ഫേസർ ഡിഫറൻസ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ മൂന്നെണ്ണം ഇപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ്. VRY ഈസ് ദ ഫേസർ ഡിഫറൻസ് ഓഫ് ERN ആൻഡ് EYN ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ERN ആൻഡ് EYN ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. നീഡ് ടു സബ്സ്ട്രാക്ട് EYN ഫ്രം ERN, reverse the phasor EYN and find the phasor sum with ERN as shown in the above phasor diagram. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, VRY കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരച്ചു വെച്ചു. സോറി, നമ്മൾ നേരത്തെ വരച്ചു വെച്ചു എന്ത്, 3 ഫേസ് വരച്ചു വെച്ചു അല്ലേ. അതിപ്പോൾ വരക്കണ്ട, നിങ്ങൾക്ക് അറിയണമല്ലേ, ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ 3 ഫേസ് വരച്ച് വെച്ചതിൽ നമുക്ക് ആ കിട്ടിയതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയാണ് പറഞ്ഞത്. 2 ഫേസസ് ERN ആൻഡ് EYN. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കിയാൽ മതി, ഒന്ന് ബാക്ക് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഈ ഫേസ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ERനും EYനും EBN ഉണ്ടല്ലോ, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ. അതിന് ഈ ഫേസ് നിർത്തും. VRY VYB VBN സെയിം മാഗ്നിറ്റ്യൂഡ് V ലൈൻ നിർക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ VRY ഈസിക്കൽ ERN മൈനസ് EYN. ഓക്കെ, അപ്പോൾ VRY ഈസിക്കൽ ടു എങ്ങനെ വന്നു, VRY ഈസിക്കൽ 2 ഫേസ് കോസ് 60 ഡിഗ്രി ബൈ 2 എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് കോസ് 60 ഡിഗ്രി ബൈ 2 എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, കോസ് 30 ആയി അല്ലേ. അപ്പോൾ 2 ഫേസ് കോസ് 30 പറഞ്ഞാൽ എന്താണ്, √3 ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ VRY ഈസിക്കൽ √3 ഫേസ് ആണ്. അപ്പോൾ VRY എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. VRY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ്. അപ്പോൾ അതിനെ VL ഈസിക്കൽ ടു √3 ഫേസ് എഴുതി. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, സ്റ്റാർ കണക്റ്റർ സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജ് ഈസിക്കൽ ടു √3 ഫേസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണത്. സിമിലർലി VYB എഴുതിയിട്ടുണ്ട്, VBR എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് ഹെൻസ് ഇൻ എ ബാലൻസ്ഡ് 3 ഫേസ് കണക്ഷൻ ലൈൻ വോൾട്ടേജ് VL ഈസിക്കൽ ടു √3 ഫേസ്. ഓൾ ദ ലൈൻ വോൾട്ടേജ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് 120 ഡിഗ്രി അപ്പാർട്ട് ഈച്ച് അതർ. VL
30 ഡിഗ്രി എഹെഡ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഇ ഫേസ്. അപ്പോൾ വി എൽ എപ്പോഴും എന്താണ് 30 ഡിഗ്രി റെസ്പെക്റ്റീവ് ഇ ഫേസിനെക്കാട്ടി എന്താണ് ഇ ആറിനെക്കാട്ടിയും 30 ഡിഗ്രി എഹെഡായിട്ടാണ് അത് ഉണ്ടാവുക. ഇനി റിലേഷൻ ബിറ്റ്വീൻ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട്. For a balanced load, all the currents are equal in magnitude and 120 degree apart from each other. Phase angle between phase voltage and phase current is phi. That is lagging power factor. ഇവിടെ വൈൻഡിങ് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ലാഗിങ് പവർ ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ലാഗിങ് പവർ ഫാക്ടർ ആകുമ്പോൾ എന്താണ് ഒരു ഫൈ എന്നുള്ള ആംഗിളിൽ എന്ത് ചെയ്യും ഇതായിട്ട് നിൽക്കും. അപ്പോൾ നേരത്തെ ആ ഫിഗറാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും 30 + 5 ആയിരിക്കും. കാരണം എന്താണ് 30 ഡിഗ്രി ഓൾറെഡി ലൈൻ്റെ വ്യത്യാസമുണ്ട്. ഹെൻസ് ഇൻ എ ബാലൻസ് 3 ഫേസ് സ്റ്റാർ കണക്ഷൻ സിസ്റ്റം ലൈൻ വോൾട്ടേജ് ഈസിക്കൽ ടു IL ഈസിക്കൽ ടു I ഫേസ്. എങ്ങനെ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓൾ ദ ലൈൻ കറൻസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് I ഫേസ് ബട്ട് ഡിസ്പ്ലേസ്ഡ് ബൈ 120 ഡിഗ്രി അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് ഈസ് 30 ± 5 ഡിപ്പെൻഡിങ് അപ്പോൺ ലോഡ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ആലോചിക്കുക. അപ്പോൾ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ കറസ്പോണ്ടിങ് ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ട് എന്താണ് ±5 ആണ്. ഇനി ഇതിലൊരു പവർ ഉണ്ട്. നമുക്ക് 3 ഫേസിൽ പവർ ഉണ്ട് അല്ലേ. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ടോട്ടൽ പവർ P എന്ന് പറഞ്ഞാൽ എന്താണ് 3 × പവർ ഇൻ ഈച്ച് ഫേസ് ആണ്. ഒരു ഫേസിലുള്ള പവർ എന്താണ് V ഫേസ് × I ഫേസ് × cos φ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ 3 ആണെങ്കിലോ 3 × ഓരോ ഫേസ് അതാണ് എഴുതിച്ച്. ഇനി ഒരു സ്റ്റാർ കണക്ഷൻ സിസ്റ്റത്തിന് നമുക്കറിയാം V ലൈൻ ഈസിക്കൽ ടു √3 V ഫേസ്. ലൈൻ വോൾട്ടേജ് ആണ് എപ്പോഴും കൂടുതൽ ആലോചിച്ച് വെക്കുക. അപ്പോൾ V ഫേസ് നമുക്ക് എന്ത് എഴുതാം VL/√3 എന്ന് എഴുതാം. I ഫേസ് ഈസിക്കൽ ടു IL ആണെന്ന് അറിയാം. അപ്പോൾ V ഫേസിന് പകരം ഞാൻ എന്ത് ചെയ്തു VL/√3 എന്നിട്ടു ഇൻറ്റു എന്താണ് I ഫേസിന് IL എന്നിട്ടും cos φ. അപ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട്. ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ √3 VL IL cos φ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ പവർ ഫേസിൻ്റെ ക്വാണ്ടിറ്റിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് 3 V ഫേസ് I ഫേസ് cos φ എന്ന് പറയാം. ഇനി അതല്ല ലൈനിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത് വിചാരിക്കാം √3 VL IL cos φ ആണ്. തെറ്റരുത്. അപ്പോൾ പവർ എഴുതുമ്പോൾ ഒന്നല്ലെങ്കിൽ പവർ ഈസിക്കൽ ടു ഇതെഴുതാം √3 VL IL cos φ അല്ലെങ്കിൽ എന്താണ് 3 × V ഫേസ് I ഫേസ് cos φ. ഇനി അപ്പോൾ അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെൽറ്റ ഓർ മെഷ് കണക്ഷൻ നോക്കാം. ഓക്കെ.